ഇന്നലെ ഹൈക്കോടതിയിൽ മോട്ടോർ വാഹന ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് നല്ല ഒരു ശ്രദ്ധേയമായ ഒരു വിധി സുപ്രധാന വിധിയാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതിന് വലിയ പ്രാധാന്യം ഇല്ല, ഇത് മനോരമ നന്നായിട്ട് അത് കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഈ അനാവശ്യ വിവാദങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ ഇത്തരം വാർത്തകളുടെ ഒരു മനുഷ്യന് പ്രയോജനപ്രദമായ അവന് ഗുണം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഇത് കോടതിയിൽ സംഭവിക്കുന്നുണ്ട്. പക്ഷേ അത് ചെയ്യേണ്ടതാണ്. ഇതിപ്പം വാഹനാപകടത്തിൽ ഒരു കാല് നഷ്ടമായ ഒരു കണ്ണൂർ സ്വദേശി ഉമ്മർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഒരു കാല് നഷ്ടമായ സമയത്ത് അദ്ദേഹത്തിൻ്റെ മോട്ടോർ വാഹന ക്ലെയിം MACT കോടതി അനുവദിച്ച ഒരു അവാർഡ് അത് തുക കുറഞ്ഞുപോയി എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അപ്പം ഈ ഹൈക്കോടതി വളരെ ശ്രദ്ധേയമായ ചരിത്രപരമായ ഒരു വിധി പറഞ്ഞത്, ഇങ്ങനെ വരുന്ന ആൾക്കാർക്ക് കൃത്രിമ അവയവം വെക്കുന്നതിനും കാലാകാലങ്ങളിൽ ഇത് മാറ്റി പുതിയത് വയ്ക്കുന്നതിനുള്ള ചെലവ് കൂടി കൊടുക്കണം. അത് മുൻകൂറായിട്ട് കൊടുക്കണം. പല സുഹൃത്തുക്കളും ഇത്തരം ഈ കൃത്രിമ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾ നമ്മളെ പല സുഹൃത്തുക്കളുണ്ട്. ഇതിന് വലിയ വിലയാണ് പലതിനും. നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും വിലയാണ്. അപ്പോൾ ഇത് പിന്നീട് മാറ്റി ഉപയോഗിക്കുന്നത് സ്ഥിരമായിട്ടുള്ള കാലിടുന്ന ഇതൊക്കെ ഉണ്ടല്ലോ. അല്ല, നമ്മളെ ശരീരം കടിക്കുമല്ലോ. അപ്പം ഒരാൾ ഇച്ചിരി വണ്ണിച്ചു വിചാരിക്കുക, പിന്നെ അയാൾക്ക് ഈ കൃത്രിമ കാലം അത് ഉപയോഗിക്കാൻ പറ്റും. അയാൾ മുറുകി കയറിപ്പോ. ഇനി ഒരാൾ മെലിഞ്ഞു എന്ന് വിചാരിക്കുക, അപ്പോഴും ഈ കൃത്രിമക്കാലം ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എന്താ ഓരോ കാലഘട്ടത്തിലും ഇത് മാറ്റി വെക്കേണ്ടതായിട്ട് വരും. ഈ അവയവം അത് ഇൻഷുറൻസ് കമ്പനികൾ നൽകണമെന്ന്. അത് ഇൻഷുറൻസ് കമ്പനികൾ മുൻകൂറായി നൽകണം. അതായത് ഇപ്പം ഈ പറഞ്ഞ ഉമ്മർ എന്ന് പറയുന്ന ആളുടെ കേസിന്റെ പശ്ചാത്തലം ഇതാണ്. ഉമ്മറിന് 24 വയസ്സുള്ളപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത്. അപ്പോൾ അദ്ദേഹം ഗൾഫിലെ ഒരു ജോലിക്കാരനായിരുന്നു, വിദേശത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പം ബൈക്ക് അപകടത്തിൽ 2008 ഇയാൾ 24 വയസ്സുണ്ട്, 2008. അപ്പോൾ ഈ ബൈക്ക് അപകടത്തിൽ ഇയാളുടെ വലത് കാല് പരിക്കേറ്റ് ഗുരുതര മുട്ടിന് മുകളിൽ വെച്ച് മുറിച്ചു കളഞ്ഞപ്പോൾ ആ സമയത്ത് എന്താണ്, മെഡിക്കൽ ബോർഡ് 80% അദ്ദേഹം അംഗപരിമിതരാണ്, അദ്ദേഹത്തിന് ഭിന്നശേഷി ഉള്ളതായിട്ട് സാക്ഷ്യപ്പെടുത്തും. ഷാർജയിൽ 25,000 രൂപ ശമ്പളത്തിലാണ് അന്നത്തെ കാലത്ത്. അപ്പം ഇദ്ദേഹത്തിന് പക്ഷേ ഈ അപകട ഇൻഷുറൻസ് അനുവദിച്ചപ്പോൾ പ്രതിമാസം 4,500 രൂപ മാത്രമാണ് വരുമാനം കണക്കാക്കിക്കൊണ്ടാണ് ഇത് അനുവദിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പം പ്രതിമാസ വരുമാനം കണക്കാക്കി ട്രൈബ്യൂണൽ ആദ്യം കൊടുക്കുന്ന 19.54 ലക്ഷം രൂപ. 19.54 ലക്ഷം രൂപ. കൃത്രിമക്കാൽ വയ്ക്കാനുള്ള 3.47 ലക്ഷം രൂപ മാത്രമാണ്. അപ്പോൾ ഈ ആകെ കിട്ടിയ 19.54-ൽ 3.4 ലക്ഷം രൂപ, 47 ലക്ഷം രൂപ കൃത്രിമക്കാൽ വയ്ക്കാനുള്ളത്. അപ്പോൾ തുടർ ചെലവുകൾക്കൊന്നുമുള്ള പൈസ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇപ്പം അതിനെ തുടർന്ന് ഇദ്ദേഹം ഹൈക്കോടതിയെ സമീപിക്കുന്നു. അപ്പോൾ പുതിയ വിധി അനുസരിച്ച് 70 വയസ്സ് വരെ 8 തവണ കൃത്രിമക്കാൽ മാറ്റിവെക്കാനും പരിപാലിക്കാനുമായി 30 ലക്ഷം രൂപയും വരുമാന നഷ്ടം ഉൾപ്പെടെയുള്ള മറ്റിനങ്ങളിൽ 24.98 ലക്ഷം രൂപയും ചേർത്ത് 54.98 ലക്ഷം രൂപ, അതായത് 55 ലക്ഷം രൂപ നൽകാൻ ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നേരത്തെ കൊടുത്ത ഈ 19.54 ലക്ഷം അത് കഴിച്ച് ബാക്കി തുകയായിട്ടുള്ള 35.44 ലക്ഷം രൂപ ഓറിയന്റ് ഇൻഷുറൻസ് കമ്പനി നൽകാനാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇത് വളരെ സുപ്രധാനമായൊരു കാര്യം തന്നെയാണ്. കാരണം ഈ പലപ്പോഴും മോട്ടോർ ആക്സിഡൻറ്റ് ഈ ട്രിബ്യൂണലിൻ്റെ വിധിയൊക്കെ വരുമ്പോഴേക്കും കാലതാമസം എടുക്കുന്നുള്ള ഒരു കാര്യം, പലപ്പോഴും അവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ഒരു നഷ്ടപരിഹാരമല്ല ലഭിക്കുന്നതെന്ന് വ്യാപകമായി എപ്പോഴും പരാതി വരുന്നുണ്ട്. പക്ഷേ ചില കേസിലുണ്ടല്ലോ 1 കോടി 2 കോടി 3 കോടി രൂപ. കാരണം ഈ വ്യക്തിയുടെ അയാളുടെ തൊഴിൽ, അയാളുടെ എക്സ്പെർട്ടീസ്, അയാളുടെ ആയുർദൈർഘ്യം അതെല്ലാം കണക്കാക്കിയാണ് കൊടുക്കുന്നത്. അത് ഈ മരണം വരുന്നതിനകത്താണ് ചെയ്യുന്നത്. ജഗതി ശ്രീകുമാറിന് അദ്ദേഹത്തിന്റെ ആക്സിഡന്റ് വലിയൊരു തുക കിട്ടിയത് കേട്ടോ. അത്ര കൃത്യമായിട്ട് എനിക്ക് അറിയില്ല. അദ്ദേഹത്തിന്റെ ജീവിതം ഇതായി പോയി. അതെ, അത്രയും വലിയൊരു താരമായിരുന്ന ഒരാളിന് പെട്ടെന്ന് ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇതിപ്പോ തലശ്ശേരി MACT കോടതിയുടെ ആയിരുന്നു ഈ വിധി നേരത്തെ ഉള്ളത്. അപ്പൊ അതിനെയാണ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് MB സ്നേഹലത സുപ്രധാന വിധി. അപ്പൊ അതിന് ഹൈക്കോടതി കുറച്ച് നിരീക്ഷണങ്ങളൂടെ പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് അത് ന്യായമായ ചലനശേഷിയുള്ള ആധുനിക കൃത്രിമ അവയവങ്ങൾക്ക് ചെലവേറുമെന്നതിനാൽ സാങ്കേതിക വിദ്യ മാറുന്നതനുസരിച്ചും കാലപ്പഴക്കം കൊണ്ടും ഇവ പലതവണ മാറ്റിവെക്കേണ്ടി വരും. അപ്പോൾ അതിനുള്ള നഷ്ടപരിഹാരം കുറഞ്ഞു പോയാൽ അപകടത്തിൽപ്പെട്ടവർക്ക് ഗുണമേന്മ കുറഞ്ഞ അവയവങ്ങളുമായി ജീവിക്കേണ്ട അവസ്ഥയുണ്ടാകും. അതിനാൽ തുടർ ചെലവുകൾ കൃത്യമായി പരിഗണിക്കേണ്ടതുണ്ട്. അപകടത്തിന് മുൻപുള്ള ജീവിത സാഹചര്യത്തിലേക്ക് വ്യക്തികളെ പരമാവധി തിരികെ എത്തിക്കുക എന്നതാണ് നഷ്ടപരിഹാരത്തിൻ്റെ ലക്ഷ്യം. അതിനാൽ കോടതികൾ ഇക്കാര്യത്തിൽ മനുഷ്യത്വപരവും പ്രായോഗികവുമായ സമീപനം സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി പറയുന്നു. ആ 2 വാക്കുകൾ വളരെ പ്രധാനമാണ്. മനുഷ്യത്വപരവും പ്രായോഗികവും. അത് രണ്ടും മനുഷ്യന് ഏറ്റവും അത്യാവശ്യം വേണ്ട 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്.
ഒരു യുവാവിൻ്റെ കാൽ നഷ്ടപ്പെടുന്ന ശാരീരിക പരിമിതി മാത്രമല്ല, മറിച്ച് അയാളുടെ ചലനശേഷി, വരുമാനശേഷി, വിവാഹ സാധ്യത, ആത്മവിശ്വാസം എന്നിവയെല്ലാം ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. അപ്പോൾ ഓർത്തോണം, ഈ ഉമ്മർ എന്ന് പറയുന്ന കണ്ണൂർ സ്വദേശിയുടെ അദ്ദേഹത്തിൻ്റെ 24-ാമത്തെ വയസ്സിൽ ആക്സിഡൻ്റ് ഉണ്ടായി, കാല് നഷ്ടമാണ്. ഒരു പക്ഷേ ആ സമയത്ത് അദ്ദേഹം വിവാഹിതനല്ലെന്ന് കരുതുക. പിന്നീട് അദ്ദേഹത്തിൻ്റെ മുന്നോട്ടുള്ള ജീവിതം വളരെ പ്രയാസമേറിയതാണ്. ഇപ്പോൾ ഈ അംഗപരിമിത ഈ ഒരു കാലില്ലാത്ത ഇദ്ദേഹത്തിന് വിവാഹം കഴിക്കാൻ തയ്യാറായിട്ട് ആൾക്കാർ വരിക എന്ന് പറഞ്ഞാൽ അത് വളരെ, മാത്രമല്ല നമ്മളിത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം, അന്നത്തെ കാലത്തെ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇത് വളരെ ചെറിയ ഒരു തുക മാത്രമാണ്. അദ്ദേഹത്തിന് 25,000 രൂപ അന്ന് ശമ്പളം ഉള്ളപ്പോഴാണ് ഈ 4,500 രൂപ വെച്ച് കണക്കാക്കി ഇത് കൊടുത്തതെന്ന് പറയുന്നത്. ഇന്നത്തെ കാലത്താണെങ്കിൽ അങ്ങനെ ഇപ്പം ഒരാളുടെ വിദ്യാഭ്യാസ യോഗ്യത, അയാളുടെ ജോലി, അയാളുടെ ഏണിങ്, ഇപ്പം 24 വയസ്സുള്ള ഒരു യുവാവിനെ അപകടം പറ്റിയ ഇയാൾ 50 വയസ്സാകുമ്പോൾ ഇയാളുടെ ഏണിങ് എത്രയായിരിക്കും? ആ രീതിയിലാണല്ലോ ഇവരുടെ കണക്ക് കൂട്ടുന്നത്. അപ്പം എന്താണെങ്കിലും ശരി, ഹൈക്കോടതി നടത്തിയ ഒരു നിരീക്ഷണം ഇത് വളരെയധികം നമ്മൾക്ക് ഇതായിട്ടുള്ളതാണ്. വാഹനം ഓടിക്കുന്നവർ, വാഹനത്തിൽ സഞ്ചരിക്കുന്നവർ എല്ലാവരും അവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഈ വിധിയുടെ വിശദാംശങ്ങൾ. പരമാവധി എല്ലാവരും അറിയാതിരിക്കുക. എന്നിപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക, ഒരു വ്യക്തി എന്നുള്ള നിലയിൽ നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ സുഹൃത്തുക്കൾക്കോ ബന്ധുക്കൾക്കോ ആർക്കെങ്കിലും നാളെ ഒരു ആവശ്യം വന്നാൽ തീർച്ചയായും ഇങ്ങനെ ഒരു വിധിയുള്ള കാര്യം അവരെ കൂടെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഇത് വളരെ അവർക്ക് ഗുണകരമായി മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ കൂടി നമ്മൾ ഈ വിവാദങ്ങളുടെയും മറ്റ് എന്താ പറയുന്നത് അക്രമങ്ങളുടെയും അതിക്രമങ്ങളുടെയും ഒക്കെ പിന്നാലെ പോകുമ്പോഴും മനുഷ്യർ ഉപകാരപ്രദമായി ഇങ്ങനെ ചില കാര്യങ്ങൾ കൂടി ഈ സമൂഹത്തിൽ സംഭവിക്കുന്നുണ്ട് എന്ന് എല്ലാവരെയും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്തത്. അത് ഞങ്ങളുടെ ഒരു കടമയായിട്ട് ഞങ്ങൾ കണ്ടുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്.